അല്ല, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഫുള്ളി നമ്മൾ ടി വിക്കകത്ത് കാണും, ബട്ട് ആ ഒരു ഇമ്പാക്ട് വരണമെങ്കിൽ ഇങ്ങനെ കണ്ടാലേ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാവത്തുള്ളൂ. ബിക്കോസ് നമ്മുടെ ജനറേഷൻ മേ ബി അത് തിയേറ്ററിൽ കാണാൻ പറ്റില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയില്ല. സോ ഇങ്ങനത്തെ കുറേ പടങ്ങൾ ഇനിയും വരണം. മോഹൻലാൽ സാറുടെ നമുക്ക് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ അല്ലാതെ ഇത് തന്നെ റിലീസ് ചെയ്താൽ തന്നെ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. പണ്ടത്തെ ഫിലിം ഇപ്പം വന്നതിന് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. തിയേറ്ററിൽ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. കൊള്ളായിരുന്നു, എപ്പിക് മൂവി ആണല്ലോ. സോ സന്തോഷം. നമ്മളിപ്പം പണ്ട് ടി വിയിൽ കാണുന്നതാണല്ലോ കൂടുതലും. അപ്പം ഇപ്പം തിയേറ്ററിൽ വരുന്നതിന് കുറച്ച് ക്ലാരിറ്റി കുറച്ചുകൂടെ കാണാൻ പറ്റി. ദെൻ സൗണ്ട് ഇതൊക്കെ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എക്സ്പീരിയൻസ് ഭയങ്കര ഒരിക്കലും ഈ ഒരു ഇത്ര ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. ഓഡിയൻസിൻ്റെ റിയാക്ഷൻ ലൈക്ക് നമ്മൾ മോഹൻലാലൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു റിയാക്ഷൻസ് ആസ് ഓൾവേസ് ഇതുണ്ട്. അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. നമ്മൾ ദേവദൂതൻ കഴിഞ്ഞ് നമ്മളെല്ലാവരും കാത്തിരുന്നതാണ് മണിച്ചിത്രത്താഴ്. ഒബ്വിയസ്ലി ശോഭന മാമിന്റെ ആക്ടിങ് ആയാലും ലാലേട്ടന്റെ എൻട്രി ആയാലും എല്ലാം, ആ പാട്ടായാലും പറയേണ്ടതിൽ ഒബ്വിയസ്ലി ഗൂസംസ് സോങ്സ് ആണ് എല്ലാം. അടിപൊളിയായിരുന്നു, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് ഭയങ്കര കിടലാണ്. ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും കിട്ടുന്ന ഒരു കയ്യടിയും കാര്യങ്ങളൊക്കെ അത് എല്ലാവരും എക്സ്പീരിയൻസ് ഇവിടെ വന്ന് തന്നെ. ഇറങ്ങിയപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും ഇപ്പം തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം അതിലുള്ള പല ആർട്ടിസ്റ്റുകളും ലെജൻഡറി ആയിട്ടുള്ള പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതൊരു വലിയ വിഷമമാണ്. എന്നാൽ പോലും അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം അതിൻ്റെ സംഗീതമാണെങ്കിലും അഭിനേതാക്കളുടെ കഴിവാണെങ്കിലും എല്ലാം നമ്മളെ ഒരുപാട് നൊസ്റ്റാൾജിക് ആക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, സൗണ്ട് ഡിപ്പാർട്ട്മെന്റും കാര്യമൊക്കെ ഇപ്പോൾ ഏരീസ് ഓഡിയോൺ പോലത്തെ സ്ക്രീനിൽ ഇരുന്ന് കാണുമ്പോൾ ആ സൗണ്ടിന്റെ ഒരു എഫക്റ്റ് ഒക്കെ നമുക്ക് മാക്സിമം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ മെയിൻലി ആ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഇത്രയും വർഷങ്ങൾ മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയായിട്ട് കൂടി അതിൻ്റെ ആ എക്സ്പീരിയൻസ് കുറയാതെ തന്നെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് അന്നത്തെ കാലത്തെ ടെക്നിക്കൽ ബ്രില്യൻസ് ആണ് ഫാസിൽ സാറിൻ്റെ ടീമിൻ്റെ. അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഭാഗ്യമാണ്. അത്ര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലപോലെ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ റീമാസ്റ്റർ ഇപ്പം നൈസായിട്ടാണ് കാണാനായിട്ട്, സെറ്റ് ചെയ്തത് കാണാൻ അടിപൊളിയായിരുന്നു. കാരണം എവർഗ്രീൻ ക്ലാസിക് മൂവിയാണ് മണിച്ചിത്രത്താഴ്. അന്നും ഇന്നും എന്നും. ഞാൻ ജനിക്കണതിന് 1 വർഷം മുന്നേ ഇറങ്ങിയ പടമാണ്. അപ്പോൾ ലാലേട്ടനായിരുന്നാലും ശോഭനായിരുന്നാലും വീണ്ടും കാണണമെന്ന് ആഗ്രഹത്തിൽ വന്നതാണ്. ഒരു 100 വട്ടത്തിൽ കൂടുതൽ ടി വിയിലായിരുന്നാലും ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ കണ്ടിട്ടുള്ള പടമാണ്. ബട്ട് അത് ഇന്നും എന്നും എവർഗ്രീൻ ക്ലാസിക് തന്നെയാണ് മോളിവുഡിൻ്റെ. സൗണ്ട് എഫക്റ്റ് അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. നമ്മളെപ്പോഴും തിയേറ്ററിൽ വൺസെങ്കിലും തിയേറ്ററിൽ വന്ന് കാണണം എന്ന് ആഗ്രഹിച്ച മൂവിയാണ്. അടിപൊളി, വളരെ നല്ലത്. ആ ഒരു ഹൊറർ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു. ആ എസ്പെഷ്യലി ആ ശോഭനൻ ചേച്ചിയുടെ ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ ഐ തിങ്ക് ദ ഹോൾ തിയേറ്റർ എറപ്റ്റഡ് ഡ്യൂറിങ് ദാറ്റ് സീൻ. അതായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇറ്റ്സ് എ ഗ്രേറ്റ് വാച്ച്. ചേഞ്ചസ് തോന്നിയോ എന്തെങ്കിലും? ചേഞ്ചസ് ലൈക്ക് എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറച്ച് സീൻ ഒരു പാട്ടിൽ കുറച്ച് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ ഫിറ്റ് റേഷ്യോ കുറഞ്ഞു പോയി. ആ ഒരു പ്രശ്നം അതിന്റെ പ്രശ്നമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല എക്സ്പീരിയൻസ് തന്നെ. വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു എപ്പിക് മൂവി നമ്മൾ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ചേട്ടാ ഓൾറെഡി കണ്ട പടമല്ലേ ചേട്ടാ? അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് വെച്ചത്. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പടം നമുക്ക് ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയത് തന്നെ എന്തോ വലിയ ഭാഗ്യമാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊരു ഫിലിമാണ്. അത് റിലീസ് ചെയ്തപ്പം അതുകൊണ്ടാണ് ഫസ്റ്റ് ഷോ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് വന്നത്. നല്ല വിഷ്വൽ ക്വാളിറ്റി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സീൻസും മിസ്സിങ് അല്ല, അടിപൊളിയായിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴാണ് ഈ സിനിമ ഇറങ്ങിയത്. അന്ന് തിയേറ്ററിൽ എന്തെങ്കിലും കാണാൻ പറ്റിയില്ല. പിന്നീട് ടി വിയിൽ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു കണ്ടന്റിൽ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ശബ്ദ മികവോടെ വരുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്.